ഒരു ദിവസം തുടങ്ങുകയാണ്. രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ച് കടയിലേക്ക്. ഒരുപാട് ദൂരത്തൊന്നുമല്ല കേട്ടോ കട. ട്രെയിൻ പോലെ നീളമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുൻഭാഗമാണ് കട. അരയ്ക്ക് തളർന്നു വീണിട്ടും ഇച്ഛാശക്തി കൊണ്ട് മാത്രം കഴിഞ്ഞു പോകുന്നു എന്നതാണ് വസ്തുത. ഇടയ്ക്ക് വല്ലപ്പോഴും വന്നെത്തുന്ന സുഹൃത്തുക്കളും കൂട്ടുകാരുമാണ് പ്രധാന കസ്റ്റമേഴ്സ്. കച്ചവടം കുറവാണെങ്കിലും സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ കടലിരിക്കുമ്പോൾ ഒരു ആത്മവിശ്വാസമാണ്. ഇനി ഒരു തിരിച്ചുവരവ് അസാധ്യമെന്ന് പറഞ്ഞിടത്തു നിന്നുള്ള തിരിച്ചുവരവ് കഠിനമായിരുന്നെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനമാണ്. സ്പൈനൽ ഇഞ്ചുറി സംഭവിച്ചതിന് ശേഷം ഒരുപാട് അലോപ്പതിയും ആയുർവേദവും ഒക്കെ ചികിത്സകൾ ചെയ്തെങ്കിലും നിരാശയായിരുന്നു ഫലം. അവിടുന്ന് ഒരു തിരിച്ചുവരവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് സുഹൃത്തുക്കൾ സഹായത്തോടെ ടൗണിലേക്ക് ചെറിയൊരു കട എന്ന സ്വപ്നവുമായി വന്നത്. ശരിക്കും സുഹൃത്തുക്കളായിരുന്നു കേട്ടോ എന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. സുഹൃത്തുക്കളില്ലായിരുന്നെങ്കിൽ ജീവിതം ഇപ്പോഴും പഴയ അവസ്ഥയിൽ. ഒരു മണി വരെയുള്ള കടയിലെ കച്ചവടവും കൂട്ടുകാരുടെ സന്ദർശനമൊക്കെ കഴിഞ്ഞ് പതുക്കെ വീട്ടിലേക്ക് വന്ന് ഇനി വിശ്രമമാണ്. കടലിലേക്ക് കയറിക്കിടക്കുക എന്നുള്ളത് ശ്രമകരമാണ്. എന്നാലും കുറേ വർഷത്തിൻ്റെ ആ എക്സ്പീരിയൻസ് വെച്ച് അങ്ങോട്ട് കയറും. ഇനി വിശ്രമമാണ് വൈകുന്നേരം ഒരു 6 മണി വരെ. അത് കഴിഞ്ഞ് വീണ്ടും കടയിലേക്ക്. മറ്റ് ഭിന്നശേഷിക്കാരെ പോലെയല്ല സ്പൈനൽ ഇഞ്ചുറി സംഭവിച്ചവരുടെ കാര്യം. കുറച്ച് കഷ്ടപ്പാടാണ് ഓരോ ദിവസവും കടന്നു പോകുന്നതിന്. ഇതുപോലുള്ള വീടിൻ്റെ 4 ചുവരിൽ കടന്നു പോയവർ ഇങ്ങനെയുള്ള സംരംഭങ്ങളുമായിട്ട് പുറത്തേക്ക് വരണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. സർക്കാരിൻ്റെ കുറച്ചും പരിഗണന കൂടി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. വിവാഹം കഴിച്ചത് ഒരു കണക്കിൽ അനുഗ്രഹമതി. ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ ഒരാൾ. എനിക്കിപ്പോൾ വൈഫും ഉണ്ട്, മോനും ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശ്രമിക്കാനുള്ള സന്ദർഭവും സാഹചര്യവും ഉണ്ട്. ഒരു വിധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. പിന്നെ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ അങ്ങനെ നിന്നു കൊടുത്താൽ മാത്രം മതി. ജീവിതത്തിൽ തുണയില്ലാതെ ഒറ്റപ്പെടുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്നു എന്നാണല്ലോ. ഒരുപാട് വർഷങ്ങൾ ഒറ്റയ്ക്ക് തന്നെ പോരാടിയെങ്കിലും ഇപ്പോൾ ഒരു കൂട്ടായി. എല്ലാ കുടുംബത്തിലും ഉള്ളതുപോലുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളുമൊക്കെ ഞങ്ങൾക്കിടയിലും ഉണ്ടാവാറുണ്ട്. എന്നാൽ അത് ഒരു ഇത്തിരി സമയത്തേക്ക് മാത്രം വീണ്ടും പഴയ പോലെയാവും. ഈ ഒരു വീഡിയോ എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ആർക്കെങ്കിലുമൊക്കെ ഒരു സഹായമാകുമെങ്കിൽ ആകട്ടെ എന്നാണ് പ്രാർത്ഥന. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ട് എൻ്റെ അഭിപ്രായം പറയുക, ലൈക്ക് തരിക, കമൻറ്റ് തരിക. നിങ്ങളുടെയൊക്കെ പിന്തുണയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയും ഇതുപോലുള്ള വീഡിയോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ പിന്തുണയാണ് അത്യാവശ്യം. എല്ലാവർക്കും നന്ദി.